കോട്ടപ്പുറം നിയുക്ത പിതാവ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകം നടന്നു. മെത്രാഭിഷേക കർമ്മങ്ങൾക്കും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിനും കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണം വേദിയായി. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിൽ നിന്നായി 27 മെത്രാന്മാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും 10,000ഓളം വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണത്തിൽ വെച്ചാണ് കോട്ടപ്പുറം നിയുക്ത പിതാവ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക കർമ്മങ്ങൾ നടന്നത്. ചടങ്ങിൽ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിൽ നിന്നായി 27 മെത്രാന്മാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും 10,000ഓളം വിശ്വാസികളും പങ്കെടുത്തു. കോട്ടപ്പുറം രൂപതയിൽ ഇതിനു മുൻപ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇദ്ദേഹം മാറുകയായിരുന്നു. തുടർന്ന് കോട്ടപ്പുറം രൂപതയുടെ താൽക്കാലിക ചുമതല കണ്ണൂർ രൂപത ബിഷപ്പ് അലക്സ് വടക്കുംതല ഏറ്റെടുത്തിരുന്നു. ഇതിനുശേഷമാണ് കോട്ടപ്പുറം രൂപത മെത്രാനായി ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സ്ഥാനമേൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.